ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ കാറിന്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. അതായത് കുറച്ചു കാലം മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ഞങ്ങളൊരു മഹീന്ദ്രന്റെ സ്കോർപിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പൊ 2-3 മാസമായി. അപ്പം അതിന്റെ ഒരു പ്രോപ്പറായിട്ട് ജെന്യൂൻ ആയിട്ടൊരു റിവ്യൂ ചെയ്യാന്ന് കരുതിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ ഈ വണ്ടി വാങ്ങിയിരിക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ലിസ്മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ. ഏകദേശം 3.5 മാസമായി ഈ വണ്ടി വാങ്ങിയിട്ട്. ഇത് വാങ്ങിയത് ക്യൂസൈഡ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീലറിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല, പല ബ്രാൻഡിലുള്ള വാഹനങ്ങൾ അവൈലബിൾ ആണ്. മഹീന്ദ്രയുടെ സ്കോർപിയോ നമ്മുടെ നാട്ടിലൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2002 ഓസ്ട്രേലിയയിൽ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2023 ഏപ്രിൽ മാസമാണ്. അപ്പം ഏകദേശം 1 വർഷം മാത്രമേ ആകുന്നുള്ളൂ ഇവിടെ ഈ വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ 2023 സ്കോർപിയോ ഡീപ്പ് ഫോറസ്റ്റ് ഗ്രീൻ കളറിലുള്ള വണ്ടിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ 2 സുഹൃത്തുക്കളും കൂടെ ഇവിടെ വന്നിട്ട് മഹേന്ദ്രൻ്റെ വണ്ടി വാങ്ങി. അവർ വാങ്ങിയത് സ്കോർപിയോ അല്ല, അവർ വാങ്ങിയത് മഹേന്ദ്രൻ്റെ SUV 700 ആണ്. 7 സീറ്റർ ഉള്ളൊരു വണ്ടിയാണ്. അപ്പം 2 ആളുകൾ വാങ്ങി. ഇപ്പോൾ ടോട്ടൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് 3 ആളുകളാണ് മഹേന്ദ്രൻ്റെ വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയൻസ് ഒന്നും അധികം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾ മലയാളികൾ ഇന്ത്യൻ വണ്ടിയായി ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് തിരിച്ചു വരാം. മഹേന്ദ്ര സ്കോർപിയോ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ പറഞ്ഞതിന് ശേഷം റിവ്യൂയിലോട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഏകദേശം 4.4 മീറ്റർ ലെങ്ത് ആണുള്ളത്. അതുപോലെ വിഡ്ത്ത് 1.8 മീറ്റർ വരും. അതുപോലെ തന്നെ ഹൈറ്റ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. 1.9 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ഡാഡി ഓഫ് ഓൾ SUV എന്നും ടോൾ ബോയ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വീല് കൊണ്ട്, ഇതിൻ്റെ വീലിലും മഹേന്ദ്രൻ്റെ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് വീലാണ് ഈ കാറിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ വീൽ ബേസ് എന്ന് പറയുന്നത് ഏകദേശം 2.6 മീറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് നിറഞ്ഞതാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ റൂഫ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂഫാണ്. നമ്മൾ ലോങ് ജേർണി ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും അത്. പിന്നെ ഓട്ടോ ഫോൾഡിംഗ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള സൈഡ് മിററാണ് കേട്ടോ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് വണ്ടീൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത്യാവശ്യം അപ്ലിഫ്റ്റഡ് ആയ ഒരു ഫ്രണ്ട് ഭാഗമാണ് നമ്മുടെ സ്കോർപിയോയ്ക്കുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും സിൽവർ കളറിലുള്ള ലോഗോ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഫ്രണ്ട് ക്യാമറ ഉള്ളത്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് LED പ്രൊജക്ടർ അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അതിന് താഴെ 2 ഭാഗങ്ങളിലായിട്ട് DRL ആൻഡ് ഫോഗ് ലാമ്പും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ തേളിൻ്റെ വാലിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. മഹേന്ദ്രയുടെ വണ്ടി പെട്രോളും ഡീസലും അവൈലബിൾ ആണെങ്കിലും ഞങ്ങൾ വാങ്ങിയത് ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് കാറാണ്. 2.2 ലിറ്റർ ആണ് ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഡിക്കിയാണ് കേട്ടോ. സൈഡ് വൈസ് ആണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. 3rd റോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. 3rd റോ അടച്ചു വെച്ച് നമ്മൾ 2nd റോ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 400 to 500 ലിറ്റർ ബൂട്ട് സ്പേസ് ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശത്തെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുണ്ട്, ബട്ട് ഒതുങ്ങിയ ഒരു ഫീച്ചറായിട്ട് നമുക്ക് തോന്നുക. പിന്നെ ഇതിൻ്റെ 2 വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്ന വലിയ സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റുകൾ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതിന്. പിന്നെ നിങ്ങൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിലും ഇതിന് സിൽവർ കളറിലുള്ള ഒരു ലോഗോ അവൈലബിൾ ആണ്. അതിൻ്റെ തൊട്ട് താഴെ ബാക്ക് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് 4 എക്സ്പ്ലോറർ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇത് 4x4 വണ്ടിയാണ്. ഓഫ് റോഡിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ കാറിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഒരു സ്റ്റെപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിടിച്ച് കയറാൻ ഒരു ഹാൻഡിലും ഒക്കെ ഉണ്ട്. കാരണം അത്യാവശ്യം ഹൈറ്റ് ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റെപ്പ് കൊടുത്തത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ വണ്ടിൻ്റെ ഉൾഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് കേട്ടോ കാണാൻ പറ്റുന്നത്. വിശാലമായ ഒരു ഉൾഭാഗമാണ്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ ടെമ്പറേച്ചർ കൺട്രോളിങ്ങും USB ചാർജർ പോർട്ടും അതിൻ്റെ താഴ്ഭാഗത്തായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് അറേഞ്ച് ചെയ്യലും മാപ്പും എല്ലാം ആപ്പിളിൻ്റെ ഓരോ ആപ്ലിക്കേഷൻസും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇത്.
പിന്നെ ഇതിൻ്റെ ഡോർ സൈഡ് വന്നിട്ട് ഡോർ അടയ്ക്കാൻ പ്രത്യേക ഒരു ഹാൻഡിലും അതുപോലെ ഒരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ ഇതിൻ്റെ ഡോർ സൈഡിന് വന്നിട്ട്. അതുപോലെ സീറ്റ് മുഴുവൻ ലെതർ സീറ്റിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക രാജകീയമായ സീറ്റ് എന്ന് തന്നെ പറയാം. ആദ്യത്തെ 2 റോയിലുള്ള 4 സീറ്റുകളും വലിയ സീറ്റുകളാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിൻ്റെ നടുഭാഗത്തായിട്ട് ഈ പറഞ്ഞ പോലെ സ്കോർപിയോൻ്റെ ഒരു ലോഗോ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൺറൂഫ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. സൺറൂഫ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അത്യാവശ്യം വിശാലമായ ഉൾഭാഗമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ രണ്ടാമത്തെ റോയിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. സോ നല്ല വിശാലമായ ഒരു ഇൻറ്റീരിയർ ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ റോ ആണ് കേട്ടോ. 2 സീറ്റാണ് രണ്ടാമത്തെ റോയിലുള്ളത്. മുമ്പിലത്തെ 2 സീറ്റിൻ്റെ അതേ ഒരു എന്താ പറയുക സൈസാണ് രണ്ടാമത്തെ സീറ്റിന്. ഒരാളിരുന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈറ്റും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പിന്നെ മൂന്നാമത്തെ റോയിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് രണ്ടാമത്തെ റോയിലെ സീറ്റ് നമുക്ക് അടയ്ക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വളരെ ഈസി ആയിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. മൂന്നാമത്തെ റോ വന്നിട്ട് 2 പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റിംഗ് ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കൂടുതലും കുട്ടികൾക്കായിരിക്കും ഉപകാരപ്പെടുക. കാരണം ലെഗ് സ്പേസ് ഒക്കെ കുറച്ച് കുറവാണ്. നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. കയറി ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന്. ഫിയ ബേബി ഒക്കെ ഈ 3rd റോയിലാണ് ഇരിക്കുന്നത്. കാരണം ഇത് കുട്ടികൾക്ക് പറ്റിയ സീറ്റാണ്. കയറി വരാൻ ഈസിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ എത്താൻ. പക്ഷെ ഒരു അഡൽട്ട് അവിടെ ഇരിക്കുമ്പം നമുക്ക് ലെഗ് സ്പേസ് വളരെ കുറവാണ്. നമ്മൾ കുറച്ചിങ്ങനെ കാലിങ്ങനെ പൊങ്ങി എന്താ പറയുക കുറച്ച് ചുരുണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീല്. അതായത് ഒത്തിരി ദൂരയാത്രയ്ക്ക് അഡൽട്ടിന് അവിടെ ഇരിക്കാൻ ഒരു കംഫർട്ട് ആവത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൂരയാത്രയ്ക്ക് പിന്നെ മുമ്പിലത്തെ 4 സീറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ബാക്കിലത്തെ സീറ്റ് വളരെ ചെറുതാണ്. ഇരിക്കാൻ ഡിസ്കംഫർട്ടായിരിക്കും ദൂരയാത്ര ചെയ്യുമ്പം. കുറച്ച് ചെറിയ ചെറിയ ജേണികളിലൊക്കെ ആണെങ്കിൽ അഡൽട്ടിന് അവിടെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് കൂടുതലും കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് എനിക്ക് വണ്ടീനെ പറ്റി മനസ്സിലായിട്ടുള്ള ഫീച്ചേഴ്സുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ റിവ്യൂസ്, അതായത് 3.5 മാസം ഞങ്ങൾ യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് വണ്ടി ഓടിച്ച ആളോട് തന്നെ ചോദിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. സൗണ്ട് ഒട്ടും ഇല്ല. ഇവിടെ ഇപ്പം ഓസ്ട്രേലിയയിൽ ഇപ്പം അതായത് ന്യൂ സൗത്ത് വെയിൽസിൽ ഇപ്പം വിൻ്ററാണ്. അപ്പം ഒത്തിരി കോൾഡ് ഫ്ലൂ ഒക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയി കിടക്കാണ്. പക്ഷെ ഞാൻ വിചാരിച്ചിട്ട് സൗണ്ട് വരുന്നിടം വരെ റിവ്യൂ ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ടെന്ന്. എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയും കാലം അതായത് 3-4 മാസമായി ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട്. അപ്പൊ ഇത്രയും കാലം വണ്ടി ഓടിച്ചത് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുട്ടിയോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന്. അതായത് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ കുട്ടി, നീ പറ, ഈ വണ്ടി ഓടിച്ചിട്ട് നിനക്ക് പോസിറ്റീവായിട്ട് തോന്നിയ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ വണ്ടി ഞങ്ങളിപ്പോ എടുത്തിട്ട് ഇപ്പോ 4 മാസമായി. 3500 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഇത്രയും കാലം യൂസ് ചെയ്തതിൽ എനിക്കൊരു അത്ര ഒരു പോരായ്മയായിട്ടൊന്നും കറക്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബൂട്ട് സ്പേസ് ആണ്. നമ്മൾ 3rd റോ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് ഇച്ചിരി കൺസ്ട്രെയിൻ ആണ്. പക്ഷെ അത് ഞങ്ങൾ ഡെയിലി ലൈഫിന് ഞങ്ങൾ അഫക്ട് ചെയ്യുന്നില്ല. ഞങ്ങള് ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും ഞങ്ങൾക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യാനും അങ്ങനെയുള്ള സാധനങ്ങൾക്കും അതൊന്നും ഞങ്ങൾ അഫക്ട് ചെയ്യുന്നില്ല ബൂട്ട് സ്പേസ്. ആ ബൂട്ട് സ്പേസ് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത് 3rd റോയില് അഡൽട്ടിന് ഒരു ലോങ് ജേണിക്കൊന്നും കംഫർട്ടബിൾ അല്ല. ഒരു ഷോർട്ട് ഡിസ്റ്റൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഞങ്ങളൊരു ചെറിയ ഫാമിലിക്ക് ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ. പക്ഷെ കുട്ടികളാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പം കാർ സീറ്റ് ആണെങ്കിലും ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കാർ സീറ്റും പിന്നെ കാർ സീറ്റ് അല്ലാതെയും കുട്ടികളെ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നതാണ്. 10-16 വയസ്സ് വരെയൊക്കെ ലെഗ് സ്പേസ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. അത് ഇനഫ് ആയിരിക്കും. പിന്നെ വേറൊരു പോരായ്മ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല കംഫർട്ടബിൾ ജേർണി ആയിരുന്നു. ഞങ്ങളൊരു 1 സ്ട്രെച്ചിൽ ഞങ്ങളൊരു 400 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ എങ്ങനെ തോന്നി? സ്റ്റിയറിംഗ് നല്ല ലൈറ്റ് ആണ്. ഒരു SUV ഓടിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഒരു ചെറിയൊരു കാർ ഓടിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ്. എന്തൊക്കെ അത് കൂടുതൽ സ്പെസിഫിക്കേഷൻ ഒന്നും എനിക്ക് അറിയില്ല കാറിനെ കുറിച്ച്. ഇത് ഞങ്ങളെ 2ാമത്തെ കാറാണ്. അധികം എനിക്ക് ഇതിനെ കുറിച്ച് ഫങ്ഷൻസ് ഒന്നും അറിയില്ല. സീറ്റിനെ പറ്റി എന്താ പോസിറ്റീവായിട്ട് തോന്നുന്നത്? സീറ്റ് നല്ല കംഫർട്ടബിൾ സീറ്റ് ആണ്. നല്ല കമാൻഡിങ് പൊസിഷൻ, നല്ല വ്യൂ ആണ്. സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ആണ്. നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ? ലെഗ് സ്പേസ് ഇസ് പെർഫെക്റ്റ്.
പിന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് ഫോർ ദ ഡ്രൈവേഴ്സ് ഓൺലി. ആൻഡ് നല്ല നല്ല കംഫർട്ടബിൾ. എനിക്ക് തോന്നുന്നു ഈ 4 സീറ്റുകളും ഒരുപോലെ ഇരിക്കുന്ന സീറ്റാണ് അല്ലേ? പ്രത്യേകിച്ച് വ്യത്യാസമില്ലല്ലോ. ക്യാപ്റ്റൻ സൈസ് സീറ്റാണ്. പിന്നെ നമുക്ക് 4 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. നല്ല ഹാൻഡ് റെസ്റ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു വ്യൂ അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്കുള്ള ഒരു എന്താ പറയാ ഒരു കമാൻഡിങ് അല്ലെങ്കിൽ അല്ലെ അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ലേ? അത്യാവശ്യം നല്ല പൊസിഷൻ ആണ്. സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ്. നമുക്ക് നല്ല വിസിബിലിറ്റി വരുന്നുണ്ട്, നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. നല്ല വിസിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് നമുക്ക് ഇമ്പ്രൂവ് ആവും. പിന്നെ കോർണറിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിന്റെ എഡ്ജും കർബും ഹാർഡ് ഷോൾഡർ ഒക്കെ നല്ല വിസിബിൾ ആയിട്ട് നമുക്ക് കാണാം ഡ്രൈവ് ചെയ്യുമ്പോൾ. പിന്നെ വേറൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു പറയുമ്പോൾ നമുക്കൊരു ഫ്രണ്ടില് വിസിബിലിറ്റി ക്യാമറ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലെ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓഫ് റോഡിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടില് വല്ല കല്ലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി നമുക്ക് ജഡ്ജ് ചെയ്യാം. അതുപോലെ ഇത് ഓഫ് റോഡിന് പറ്റിയൊരു വണ്ടിയും കൂടിയാണ്. അത് 4 വീൽ ഡ്രൈവ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഇതിനകത്ത് 4 വീൽ ലോ, 4 വീൽ ഹൈ. ഞങ്ങൾ ഇതുവരെ ഓഫ് റോഡിനൊന്നും പോയില്ല. പിന്നെ ഇതിനകത്ത് 4 ഡിഫറെന്റ് ടെറൈനിൽ നമുക്ക് വണ്ടി ഓടിക്കാം. ഇത് നോർമൽ ടെറൈൻ, ഇത് സ്നോ, ഇത് ഡിസേർട്ട് സംതിങ് ഐ ഡോണ്ട് നോ. ഇതിന്റെ അധികം ഫംഗ്ഷനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ഒരു ഓഫ് റോഡ് ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ക്യാമറ ഫ്രണ്ടിലും ഉണ്ട്, ബാക്ക് ക്യാമറയുണ്ട് അല്ലേ? ഫ്രണ്ടും ബാക്കും നമുക്ക് ഉണ്ട്. ബാക്ക് ക്യാമറ will only work when it's in reverse gear. ഓക്കെ. ഇപ്പൊ കാണുന്ന ബാക്ക് ക്യാമറയാണ്. പിന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഇതിന് 360 ക്യാമറ ഇല്ല, സൈഡ് വൈസ് ക്യാമറ ഇല്ല. 360 ഡിഗ്രി ക്യാമറ എനിക്കത് ആവശ്യമില്ല. 360 ഡിഗ്രി ക്യാമറന്റെ ഒരു ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പുതിയ ഡ്രൈവേഴ്സിനൊക്കെ ചിലപ്പം 360 ഉള്ളതായിരിക്കും ഇഷ്ടം. ആയിരിക്കും. അതുപോലെ നല്ല ക്ലിയറൻസ് ഉണ്ട് അല്ലെ? ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലതാണ്. പിന്നെ ഇതൊരു 6 സ്പീഡ് ടർബോ പവേർഡ് ഡീസൽ എഞ്ചിനാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ എഞ്ചിൻ ഓൺ ആക്കി റീവ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ഡീസൽ എഞ്ചിന്റെ ഒരു സൗണ്ട് ഒന്നും നമുക്ക് അകത്തോട്ട് വരുന്നില്ല. കാരണം എഞ്ചിൻ ബേ ഈസ് വെൽ പാഡഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതിന്റെ നമുക്ക് ഒരു അനോയിങ് ആയിട്ട് സൗണ്ട് ഒരു അനോയിങ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രോസ് എന്ന് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ ഓഡിയോ സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. ഓഡിയോ സിസ്റ്റം ഈസ് പവേർഡ് ബൈ സോണി സ്പീക്കേഴ്സ് ആണ്. ഇതിന് 12 സോണി സ്പീക്കേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് സൗണ്ട് ഫീൽഡ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സൗണ്ട് മോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് സിസ്റ്റം. സോണിയുടെ ഒരു സൗണ്ട് സിസ്റ്റം ഇതിന്റെ ഒരു പോസിറ്റീവ് ആണല്ലേ? അതെ. പിന്നെ ഇതിന് പറയുന്ന പോലെ 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി സ്റ്റാറിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് പറയുന്നത്. പക്ഷെ ഓസ്ട്രേലിയൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ 0 സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. 0 സ്റ്റാർ ആണ് ഇതിന്റെ സേഫ്റ്റി പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആന്റി കൊളീഷൻ ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ല. പിന്നെ ലൈൻ അസിസ്റ്റ് ഇല്ല. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഇല്ല. അതൊക്കെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2021 ശേഷം വന്നത്. അപ്പൊ അതിന്റെ മുന്നേ ഉള്ള വണ്ടിക്കൊക്കെ 0 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കാം ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ. വേറെ അത് എനിക്ക് ആവശ്യമായിട്ട് തോന്നുന്നില്ല. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിൽ we should pay our complete attention on the road. We don't always rely on the sensors can get failed sometimes. അപ്പോ എനിക്ക് അതിന്റെ ഒരു പോരായ്മ എനിക്കൊരു വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ. നല്ല സോളിഡ് ബിൽഡ് കാറാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള കാറാണ്. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഓസ്ട്രേലിയയില് സ്കോർപിയോ ഇറങ്ങിയിട്ട് 2023 ജൂലൈയിലാണ് ഇറങ്ങിയത്. ഇറ്റ്സ് ഹാർഡ്ലി 1 ഇയർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ആയിട്ട്. പക്ഷെ ഒത്തിരി പേര് എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇതിന്റെ ഗ്രൂപ്പിൽ ഒത്തിരി പേര് പുതിയ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ നാട്ടിലെ
ഒരു സക്സസ്ഫുള്ളി സെല്ലിംഗ് വെഹിക്കിൾ ആണ് ഫോർ ഓൾമോസ്റ്റ് 20 years. ഇന്ത്യൻ ആർമിയിൽ മിലിറ്ററി പർപ്പസിന് ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഇറ്റ്സ് എ ന്യൂ ജനറേഷൻ സ്കോർപിയോ ആക്ച്വലി. അപ്പൊ നിന്റെ ഒരു അഭിപ്രായത്തില് ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് വണ്ടി മേടിക്കുന്ന ഒരാളോട് നീ ഈ വണ്ടി സജസ്റ്റ് ചെയ്യോ? ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇറ്റ്സ് വാല്യൂ ഫോർ മണി. പിന്നെ നമുക്ക് ഇതിന്റെ പോരായ്മകൾ ഞാൻ പറഞ്ഞ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറിന് ഒരു അഫക്ട് ചെയ്യില്ല. പക്ഷെ ഒരു ബിഗിനർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ആന്റി കൊളീഷൻ ബ്രേക്കിംഗ് സിസ്റ്റവും പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്ങും ലൈൻ അസിസ്റ്റും ഇതെല്ലാം ഒരു ന്യൂ ഡ്രൈവറിന് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറിന് അതൊരു പോരായ്മയായി തോന്നത്തില്ല. അത്ര ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ബിഗിനറിന് പറ്റിയ വണ്ടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ലൈൻ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഉള്ള ബ്രേക്കിംഗ് അതൊന്നും അല്ലാതെ നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് ആയി എയർ ബാഗ് കാര്യങ്ങൾക്ക് ആ ഒരു തരത്തിൽ സേഫ്റ്റി നന്നായിട്ടില്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നല്ല സോളിഡ് വണ്ടിയാണ്. പിന്നെ എയർ ബാഗ് ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് എത്ര കാലം നമ്മൾ സെൻസറിന് ഇതൊക്കെ റിലേ ചെയ്ത് പോകും. ലൈൻ അസിസ്റ്റ് നല്ലതാണ്. അതിനെ ഞാൻ താത്തി പറയുന്നല്ല. ലൈൻ അസിസ്റ്റ് സംടൈംസ് അത് എനിക്കൊരു അനോയിങ് ആയി തോന്നിയിട്ടുണ്ട്. കാരണം സെൻസേഴ്സ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് എപ്പോഴും നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പം ഐ ഹാവ് സീൻ സോ മെനി പീപ്പിൾ ആർ ടേൺഡ് ഓഫ് ദ ലൈൻ അസിസ്റ്റ് ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് due to this fact. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലാം അടിച്ചോണ്ടിരിക്കും. അത് ഇങ്ങനെ നമ്മളെ ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ ആണ് ഡ്രൈവ് ചെയ്യുമ്പോൾ. നമുക്ക് നമ്മളെ റോഡിൽ എൻഗേജ് ചെയ്യുന്നതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്ട്രാക്ട്. ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർക്ക് അതിന്റെ ആവശ്യം വരത്തില്ല അല്ലേ? ഇല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ എന്നെയാണ് വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പുതിയ വണ്ടി കിട്ടുവാണെങ്കിൽ സെൻസർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവും. കാരണം ഞാനൊരു പുതിയ ഡ്രൈവർ ആയതുകൊണ്ട്. ഡെഫിനറ്റ്ലി. കാരണം അത് നമുക്ക് ആക്സിഡന്റിൽ നിന്നൊക്കെ നമ്മളെ സേവ്. അതെ, പെട്ടെന്ന് അതെ ബ്രേക്ക് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കോൺഷ്യസും കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മോർ ദാൻ ഇനഫ് ആൻഡ് ഇറ്റ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. വാല്യൂ ഫോർ ദ മണി. യെസ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓവർ പ്രൈസ്ഡ് അല്ല. നമുക്കിപ്പോ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ എല്ലാം ടൊയോട്ട പ്രാഡോ അതിനൊക്കെ കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതില് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട് എക്സെപ്റ്റ് ദ സേഫ്റ്റി ഫീച്ചേഴ്സ്. പിന്നെ എഞ്ചിന്റെ കാര്യമാണെങ്കിൽ പറയുകയാണെങ്കിൽ പോലും ഇത് 23 years ഓൺ ദ മാർക്കറ്റ് ആണ് ഈ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നോട്ട് മച്ച് കംപ്ലൈന്റ് അബൌട്ട് ദ എഞ്ചിൻ. പിന്നെ ഓസ്ട്രേലിയൻ റോഡ് കണ്ടീഷനുമായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു വണ്ടിയാണെന്നാണ് കമ്പനി പറയുന്നത്. ഓസ്ട്രേലിയൻ ടെറൈനിൽ എല്ലാ ടെറൈനിലും ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ലൈക്ക് ഇറ്റ്. ഓവറോള് നമുക്ക് നല്ല അഭിപ്രായമാണ്. നല്ല ഞാൻ ഒത്തിരി പേരെ യൂട്യൂബേഴ്സിന്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടി മേടിക്കുന്നതിന് മുന്നേ. അവരാരും മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല വണ്ടിയെ കുറിച്ച്. പിന്നെ മാത്രമല്ല ഒരു നല്ല സ്പേസ് ഉണ്ടാകത്ത് എല്ലാ റോയിലും. സ്പേസസ് ആണ്, കംഫർട്ടബിൾ ജേർണിയാണ്. എല്ലാം ക്യാപ്റ്റൻ സീറ്റ്സ് ആണ്. വണ്ടിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിയിലും എല്ലാ സ്പെസിഫിക്കേഷൻ ഉണ്ടാവണമെന്നില്ല. ഇതിനകത്ത് കുറച്ച് പോരായ്മകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ബട്ട് ദിസ് വെഹിക്കിൾ ആക്ച്വലി മീറ്റ്സ് മൈ എക്സ്പെക്ടേഷൻ ആൻഡ് മൈ ഡെയിലി നീഡ്സ്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്. ഇപ്പൊ ഓവറോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വണ്ടിനെ പറ്റി പോസിറ്റീവ് അഭിപ്രായമാണ്. നെഗറ്റീവായിട്ട് ഈ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉള്ളൂ മാക്സിമം. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഞങ്ങൾ ഹാപ്പിയാണ് അല്ലേ? ഞങ്ങളെ ആവശ്യങ്ങൾക്ക് ഇത് ഇനഫ് ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഈ വണ്ടീനെ പറ്റി പറയാനുള്ളത്. ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. അപ്പം ഇതില് ഒത്തിരി പോസിറ്റീവ് ഉണ്ട്, കുറച്ച് നെഗറ്റീവും ഉണ്ട്. അപ്പം ഓരോ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നീഡിനനുസരിച്ച് വണ്ടി മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ നമ്മൾ ഇത് നല്ലതാന്ന് പറഞ്ഞ എല്ലാവർക്കും ഇത്
ഇഷ്ടമാവണമെന്നില്ല. ചിലപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ന്യൂ ഡ്രൈവർ, അപ്പം എന്നെ പോലെ ന്യൂ ഡ്രൈവർ ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയായിരിക്കും നല്ലത്. ഇപ്പൊ ലൈൻ അസിസ്റ്റന്റും ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും അതുപോലെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം, എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നും. കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ അല്ലാത്തതുകൊണ്ട്. സാധാരണ ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് ഈ വണ്ടി ഈസ് മോർ ദാൻ ഇനഫ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ വണ്ടിയെ പറ്റി താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങള്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. So see you later. Bye. Thank you all for watching this here video. Please like and subscribe and follow.